ഇവിടെ ഒരു ടീമുണ്ട്. എടാ സോൺ ഡാമേജ് ഉണ്ട്, നിങ്ങക്ക് മനസ്സിലായില്ലേ? ഈ സോണിലല്ല ഡാമേജ് ഉള്ള, റെഡ് സോൺ ഇല്ലേ, അത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഡാമേജ് വരുന്നത്. മനസ്സിലായി? ആ റെഡ് സോൺ വന്ന് ഹിറ്റ് ചെയ്യണം, എന്നാലാണ് ഡാമേജ് വരുന്നത്. ബ്ലൂ മറ്റേ അടുത്ത സോണിലേക്കുള്ള ഷിഫ്റ്റ് കാണിക്കുന്നതാണ്. അങ്ങോട്ടാണ് അടുത്ത സോൺ എന്നുള്ള ഷിഫ്റ്റ് ആണ് ബ്ലൂ സോൺ. എല്ലാരും അനങ്ങായിക്കണേ എന്തോ അറേഞ്ച് അവിടെ അടിച്ചിട്ടുണ്ട്. ഓജിയുടെ അടുത്തേക്ക് ഇപ്പൊ TP ആവും. ചെറിയൊരു ഡിലേ ആണേ. മാപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയടാ? ഇല്ല 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 ഇല്ലല്ലോ, അതൊന്നുമില്ലല്ലോ. ICയിൽ ഒരാൾ വീണ് ചത്തായിരുന്നു. യൊറീച്ചി ആണോ? ESB പ്ലെയർ ആട്ടാ ടോക്കിയോ ലൂമി. മാറ്റിട്ടില്ലല്ലേ? ഇല്ല ഇല്ല. CSK എല്ലാവരും ഒരുമിച്ച് വിടാം. നാളെ നമുക്ക് കറക്റ്റുള്ള പേരൊക്കെ നോക്കിട്ട് നേരത്തെ അടിച്ചത് ഇപ്പഴാ വന്നേ. ഓൾഡ് AK മാത്രമല്ലടാ, അട്ടപ്പടി പേരെന്തരായിരുന്നു, മറ്റത്ത് പേരെന്തരായിരുന്നു, VPD മംഗലശ്ശേരി പിന്നെ AK, അങ്ങനെ 3 ടീം ചേർന്നിട്ടാണ് ഇത് ടീം വരുന്നത്. VPD മംഗലശ്ശേരി പിന്നെ AK. ഗോകുവിനെ കൂടി വിളിക്കാം. വാറ്റിന് ആരെങ്കിലും ട്രാക്ക് ചെയ്യോ ഇങ്ങോട്ട്? ആണല്ലോ. ഓക്കെ. എടാ ടെസ്റ്ററാ. രണ്ട് ടീം ഒരുമിച്ച് ഈ ഏരിയയിലുണ്ട്. മാസും പിന്നെ BVQ. ഞാൻ മറ്റേത് ഓഫ് ആക്കണ TXന്റെ രണ്ടും കൂടി കാണിക്കുമ്പോ മറ്റേത് ഓഫ് ആക്കിക്കോ. രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഓഫ് ആക്കിയിട്ട് മറ്റേത് മാത്രമായിട്ട് ഓൺ ആക്കാം നമുക്ക്. അത് നല്ലത്. അവരോട് 5 ടാഗും കറക്റ്റ് ആയിട്ട് ഇടണം എന്ന് പറയണം, ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മള് നാളെ അടുത്ത മറ്റേ ഫെച്ച് ആക്കിയാ മതി. മാസും ഏതാ മറ്റേതാ ടീം? BVQ. ക്വാളിറ്റി ഓക്കെ അല്ലേ? BVQ അടിക്കുന്നുണ്ട്. പേര് കാണുന്നത് പേരിന്റെ ഫിക്സ് ചെയ്യാൻ കഴിയും. നാളെ നമ്മൾ TX തന്നെ ആക്കിക്കോളാം പേര്. BVQ വേഴ്സസ് മാസ്. എനിക്ക് തോന്നുന്നു ഫൈറ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് വലിയ ലാഗ് ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് മേലെ കയറിയിട്ടുണ്ട്. BVQ വേഴ്സസ് മാസ്. മോളോട്ടോ ഇട്ടു. മാസ് റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വന്നോണ്ടിരിക്കാണ്. ഓടിച്ചിട്ടടി ഓടിയോ, നല്ല ടാഗ്. അവന് നോക്കാവോ, രണ്ടുപേരെ നോക്കി അവിടെ. BVQ ഫ്ലോക്കിയും BVQ റോളക്സും 4 പേരെ നോക്ക്. അടുത്ത നോക്ക്. മാസിൽ ഒരാള് പോലും വീണില്ലെന്ന് തോന്നുന്നു. അൺബാൻ വേണല്ലേ? 2 മാത്രം ബാക്കി. ബുള്ളോപ്പി അടുത്തൊരു പിക്ക്.
ഓ മാസോടെ വായ്പാക്കി വിവിക്യുവിനെ പക്ഷെ വിഷയം മറ്റേ കളി. നോക്കായിരുന്നു അത് റിവ്യൂ ചെയ്തു. റിവ്യൂ ചെയ്ത് ഓക്കെ റിവിങ് ടൈം വിഷയം കളി മാസ്. കാഷ്വാലിറ്റി ഒന്നും ഇല്ല ഫുൾ ടൈം. ഒരു നോക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് റിവൈവ് ആയി. ബാക്ക് ടു 10 മെമ്പേഴ്സ്. ഒരു ടീം അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി. BVQ എലിമിനേറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ടോട്ടൽ 69 പേരുണ്ടായിരുന്നു. ഓ അവിടെ EC vs CSK രണ്ടുപേരെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരെ ക്വാർട്ടർ ഒരു പിക്ക് എടുത്തു അവിടെ. CSK തിരിച്ചവിടെ EC കാടസിമ ഇതാക്കിയിട്ടുണ്ട്. ഇത് എവിടെയാ നോക്കിയടാ? ഈ ക്യാമറ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, അത് ഡിലേ ഉണ്ട്. CSK അവിടെ അവസാനം എയർഫീൽഡിലല്ലായിരുന്നോ? എയർഫീൽഡ് ഈ ഏരിയയിലായിരുന്നു. ഇവിടെ വന്നു. EC vs CSK. EC കിസ് അവിടെ ഒരു നോക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഈ കളർ ഒട്ടും കാണത്തില്ല, അവര് പറയണ ശരിയാ. EC വീണ്ടും EC 3 CSK തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. വോൾട്ടിൻ അടുത്തൊരു നോക്കിട്ടിരിക്കുന്ന അവിടെ വോൾട്ടിൻ. റെഡ് ആണല്ലോ EC അല്ലേ? അല്ല CSK റെഡ്, സർപ്പിൾ CSK ആണ് റെഡ്. CSK ഒരു പ്ലെയറും കൂടെ ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ഒറ്റ പ്ലെയറുടെ ഉള്ളു. ബാറ്റ്മാൻ മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. ബാക്കി രണ്ടുപേരാള് നോക്കാണോ? പോച്ചക്കിടയിൽ അടിക്കാനുള്ള പരിപാടി കഴിഞ്ഞു. വൈഫൈ നോക്കായി ഒരുത്തിനുണ്ട്. ഈ പോച്ചക്കകത്ത് ഒരുത്തിനുണ്ട്. തീയത്തി ഓർഡർ അടികൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ വൈപ്പായി. എനിക്ക് തോന്നുന്നു ഇവര് കാഷ്വാലിറ്റി ആയിട്ടുണ്ടോ? ഇല്ല, EC എല്ലാരും ഉണ്ടോ? 10 പേരുണ്ട്. 10 പേരുണ്ട് അവര്. എനിക്ക് തോന്നുന്നേ ഇത് ഡിലേ കുറച്ച് ഫിക്സ് ആയെന്ന് തോന്നുന്നു കേട്ടോ. 8 ടീം വെച്ച് കളിക്കുമ്പോ പറ്റി കുഴപ്പമില്ല അല്ലേ? കഴിഞ്ഞ വട്ടം 11 ടീം ആയോണ്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ക്ലാരിറ്റി ഇല്ലടാ, അതല്ലടാ, നമ്മളെ ഒരു സാധനം കണ്ടു വന്നിട്ട് ഫൈറ്റിൽ എനിക്ക് ഈ ഒരു കളർ കുറച്ച് ഇതായിട്ട് തോന്നുന്നു. നമുക്ക് മറ്റേതാണെന്ന് തോന്നുന്നു നല്ലത്. അതായത് കളർ എന്ന് പറയുമ്പോൾ ടീമിന്റെ രാത്രി ഇവിടെ 1 മണിക്ക് ടെസ്റ്റ് സ്ട്രീം ടെസ്റ്റ് ഇരുന്ന് സമാധാനത്തോടു കൂടി കാണുന്ന 3277 പേർക്ക് സത്യം പറഞ്ഞ വാംലി വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സത്യം പറയാലോ, ഈ ടെസ്റ്റ് സ്ട്രീമിൽ നിങ്ങൾ കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഹെൽത്തി ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് പറയുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഈ ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് ഓണാക്കി ഇടണ ബ്രോ, അപ്പൊ പേരെങ്കിലും കാണാൻ പറ്റും. ഈ സാധനം ഓഫ് ചെയ്യാൻ പെട്ടെന്ന് പടയെന്ന് അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഈ റെഡ് ഇല്ല, അത് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് വിൻസ് അ ലോട്ട്. SSB കാണാൻ പറ്റുമോ ഇപ്പൊ? SSB കാണാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അടിക്കുന്നുട്ടോ. നാളെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റിൽ ഇപ്പൊ എല്ലാം മര്യാദക്ക് പോവാണെങ്കിൽ ബ്രോ നാളെ 9:30 ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ആയിരിക്കും. എടാ നമുക്ക് ഫോർമാറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണല്ലോടാ. അത് സെറ്റ് ആക്കണം, അതിപ്പോ തന്നെ സെറ്റ് ആക്കാം. അപ്പൊ 8 ടീം ആക്കാനാണോ ബ്രോ? അല്ല 8 ടീം ഒരു ഇതില് ഗ്രൂപ്പില്. ഇനി വീണ്ടും ടീമിനെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഒരു ഡേയും കൂടെ എക്സ്ട്രാ വരുമല്ലോ മിക്കവാറും. നോക്കണം. നിന്റെ അടുത്ത് കൂടി ചോദിച്ചിട്ട് എന്തെങ്കിലും ഇതില് പ്ലെയർ ഇത് കഴിഞ്ഞിട്ട് പ്ലേയേഴ്സിനോട് ചോദിക്കാൻ നമുക്ക് മറ്റേ ഫയറിങ്ങിന്റെ എന്തെങ്കിലും ഇഷ്യൂ, റീലോഡിങ്ങിന്റെ ഇഷ്യൂ എന്തെങ്കിലും. ഇത് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കളറിന്റെ സാധനവും മറ്റേതെല്ലാം കൂടി പോകുമ്പോ കുറച്ചും കൂടി കിട്ടത്തില്ലേ? ഈ മറ്റേ ഇതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. നമ്മുടെ സ്പെക്കിന്റെ അല്ലേ? പ്ലെയർ ബ്ലിപ്പ്
അതും ആവശ്യമില്ലാതെ വേറെ എന്തിനാണുള്ള പിന്നെ മാത്രല്ല അത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കണ്ടാ, കണ്ടോ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഭയങ്കരമായിട്ട് ഒരു അനോയിങ് പക്ഷെ വലിയ പേര് എഴുതി കാണിക്കണ കണക്കല്ലേ മൊത്തത്തിൽ. ഇതില് വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കളറില്ലാതെ അല്ലെങ്കിൽ വൈറ്റിലാണല്ലോ നമുക്ക് ചെയ്യാൻ മതിയായിരുന്നു. പറ്റുന്ന ചാറ്റിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 10 ടീം 8 പ്ലേയേഴ്സ്, ആ 4 പേര് സബ്. ശരിയാ, അങ്ങനെ അങ്ങനെ അതൊരു നല്ലൊരു ഓപ്ഷൻ. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ഇത് മാറ്റണ്ട. അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ അണ്ണാ. ഇപ്പൊ കറലി നോട്ട് ചെയ്ത ഇഷ്യൂ എന്തൊക്കെയാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഇത് മറ്റേ നെയിമിന്റെ മാത്രമേ വേറെ ഒന്നും ഇല്ലാടെ ഇപ്പൊ കറന്റ്. 3 മാച്ച് ഉണ്ട്, Admin നിങ്ങൾക്ക് ആ പ്ലേയേഴ്സിനെ map. മാറ്റിയും തിരിച്ചും കേറ്റാം, മനസ്സിലായോ? ആ അതെ സത്യം. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, 10 ടീം ഉണ്ടെങ്കിൽ നല്ല കോമ്പറ്റീഷൻ വരും, അടി വരും എല്ലായിടത്തും, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഞാൻ ഇപ്പൊ പറയാനാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ഫോർമാറ്റ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ആദ്യം തൊട്ട് ടീമിനെ സെലക്ട് ചെയ്യണം, ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം, എല്ലാം വീണ്ടും സെലക്ട് ചെയ്യണം. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം എല്ലാത്തിനും മാറ്റണം. ഒന്നേന്ന് തുടങ്ങണം. ഒരു ടീമിന് 3 മാച്ച് ഇല്ലേ ഈ ഗ്രൂപ്പിൽ തന്നെ? 3 മാച്ച് ഉണ്ട്. എല്ലാവർക്കും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എട്ട് പ്ലേയേഴ്സ് 10 ടീം. വണ്ടിയൊക്കെ വരും, വണ്ടിയൊക്കെ ഉണ്ട്. സോൺ ഇവിടെ കാറില്ല, അത് വരുവാടാ. അത് SPBക്ക് റൊട്ടേറ്റ് ചെയ്ത് സോണി കാരണം. നമ്മളിതെല്ലാം നോട്ട് ചെയ്തിട്ട് ഇനിയേ മാറ്റത്തുള്ളൂ ഗീസ്, മനസ്സിലായി? എന്തൊക്കെയാണ് ബഗ് എന്ന് മനസ്സിലായിട്ടെ. പണിഞ്ഞോണ്ടിരിക്കുക. ഇതേതാ OG ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഇവരുണ്ട്. എല്ലാരും സോണിലോട്ട് കയറാൻ തുടങ്ങി. ഇതാരാ? SPBയിലെ ഒരു പ്ലെയർ, അത് മറ്റേ കെവിയുടെ ഒരാള് 2 ടാഗുകള അമ്മായിയാണ് മുരുകൻ. ഈസി ഇവിടെ നിന്ന് നേരെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവര് സോണ്ടാത്തല്ലേ? ആ ശരി. ഈസി നല്ലൊരു പൊസിഷൻ പിടിച്ചു ഓൾറെഡി. ലൂട്ട് ബോക്സിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാറ്റില്. സോൺ ടൈം ഫാസ്റ്റ് ആക്കുവോ? ഇപ്പൊ നമ്മളിത് കാണുന്നവർക്ക് ഓക്കെയാണ്, പക്ഷെ ഇവര് ഇവിടെ നിന്ന് ഓടി അതെ ഇപ്പൊ ഇത് വണ്ടി ഇല്ലാത്ത കാരണാണ്. വണ്ടി കൂടി വന്നു കഴിയുമ്പോ ഭയങ്കര ലാഗ് ആയിട്ട് തോന്നുന്നത്. വണ്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്ത് കളിക്കുന്നതും മനസ്സിലായി, അതും കൂടി കാണണം. ടൂർണമെന്റ് വരുന്ന സമയത്ത് ഇതില് സ്ലോ ആവത്തേ ഉള്ളൂ കളി. ബ്രോ ഇതൊക്കെ SBBയിലെ ഒറ്റൊരാള് ഇവിടെ ഒറ്റയ്ക്കുണ്ട്. ആ ഏരിയയിലേക്ക് ഈസി കയറി വന്നിട്ടുണ്ട്. കാണുന്നില്ല കേട്ടാ പുല്ലില്ല. നോക്കട്ടെ. ഞാൻ പറഞ്ഞട്ടെ, ലോഡ് വണ്ടി ഇല്ലാതെ ബൈഫൂട്ട് ഇവര് കളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. സോണ് ചെറുതാക്കേണ്ടി വരില്ലേ നമുക്ക്? അല്ല ഇപ്പതാ ഇങ്ങനെ സോൺ ഇപ്പൊ ഇങ്ങനെ പോകണല്ലോ. വണ്ടിയുടെ വരുമ്പോ ഇനി ലോഡ് കൂടി എന്ത് ചെയ്യും? അല്ല ഇൻ ഗെയിം വണ്ടി ആയതുകൊണ്ട് വലിയ വണ്ടിയാണ്. OG versus ESB. ഇവര് റൈറ്റ് കറങ്ങുന്നു, അവരും കറങ്ങുന്നു. ഒരാള് വൈഡ് നിൽക്കുന്നുണ്ട്, ഒരുമിച്ച് വന്നു. ആ വൈഡ് നിന്നവന് ഇപ്പൊ തീരും. കത്തി കൊണ്ട് അവൻ ഇല്ലില്ല, കത്തിയില്ല. കർണൻ അവിടെ തിരിച്ചടിച്ചു. എവിടെയാണത്? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും? ഇല്ല രണ്ടുപേരും മോളിൽ കയറി. മണ്ടേ കയറിയത് കിടിലം അടി. നകുലൻ W. സോൺ വന്ന് റെഡ് സോൺ നല്ല ഡാമേജ് ഉണ്ട്.
ഓ അത് നല്ലൊരു ഓ ഇവന്മാരെ നല്ല കളിച്ചേട്ടാ. ഓജി ഇത് കുറച്ച് ഓ, ഒരു കണ്ടവണായി കേട്ടാ മറ്റേത്. ആ ഒരു കണ്ടോണായി ഇതിനെ പന്നി ബീം ഓജി 1 2 3 4 5 പേരൂടെ. ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷ് ചെയ്തിട്ടില്ല. രണ്ടുപേരും ഉള്ളി കയറി ഇവിടെ ബാക്കിൽ ഇത് പക്ഷെ ഒന്നും കൊണ്ടിട്ടില്ല. ഓ പക്ഷെ ഇത് ഭയങ്കര ഓ ടഫ്. അടിപൊളി. ഓ, കിടിലം. നമ്മളെ കൂട്ടത്തിലുള്ളതിനെ പൊക്കി വിട്ടിട്ട് കളി. കമോൺ ലെറ്റ്സ് ഗോ, യു ക്യാൻ ഡു ഇറ്റ്. ആ നല്ല അടി അടിച്ചവനെ അവിടെ നിന്ന് കേട്ടാ. രണ്ടുപേര് രണ്ടുപേരും കൂടെ ഇവന്മാർ 2 പേരുടെ ഉള്ളിനി. നിങ്ങൾക്ക് വേണം ഒരാൾക്ക് മറ്റേ EMS ആവാം. പോയി പൊക്കി ഓ അവൻ നോക്കിട്ടാ വൈപ്പ് ചെയ്ത ലാസ്റ്റ് ഒരാളുടെ ലാസ്റ്റ് ഓ ഒരാളുടെ 1v2 അല്ല 1v3 1v3 ഓ സോണ് വന്നു സോൺ ഒന്ന് ഡൗൺ ഇവരും ചാവും. USB ഡൗൺ. ഇവന്മാർക്ക് റെസ്റ്റ് ഒന്നും ചെയ്യാൻ ടൈമില്ല. റിവൈവ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൊണ്ട് ഓക്കെ അതിന്റെ വെളിയിൽ അടിക്കാൻ വേണ്ടി ഇവര് സ്പോട്ട് ചെയ്തിട്ടാ. ഓക്കേ ഇത് മാസം അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടാ. സോണോട്ട് ഒരാള് ചെത്ത് ഒരുത്തൻ കില്ല് മാസം സോനുമോൻ എടുത്തൊരു ഓജിയിലൊരു ഒരാളും കൂടി ഉള്ളു. ഒറ്റയാളുണ്ടോ ഓജിയില്? മാറ്റമെന്നൊക്കെ ചോദിക്കുന്നു. ഒന്ന് ഓഫാക്കിയ കുറച്ചും കൂടി ഡാർക്ക് ആവുന്നു. അല്ല നീ എന്തെങ്കിലും കളർ എൻഹാൻസ്മെന്റ് വല്ല ഇട്ടിട്ടുണ്ടോടാ? ചെറുതായിട്ട് ആ റീഷേഡ് ഓഫ് ചെയ്ത് വെക്കൂ. Reshade off. പ്ലസ് നിക്ക് അതെ അവനും ചത്തു. കുറച്ചും കൂടി ഇവിടെ കുറച്ചുകൂടി നോക്കാം. പേരൊക്കെ നമുക്ക് വായിക്കും. നമുക്ക് അവിടത്തെ അഡ്മിൻ സ്പെക്കിന് അത് ഓക്കെയാണ്. കാക്കു എന്റെ റീഷോയുടെ സെറ്റ് ആയിരുന്നു. അല്ല അത് ഇത് മതിയോ? ഇത് ഭയങ്കര ഡള്ളായി പോയതുപോലെ. ഭയങ്കര ഡള്ളായി എനിക്ക് ഡള്ളായി പോയി. അത് ഒരു കാര്യം ആ മറ്റേ ഇതില് ആ കളറിന്റെ അത്ര മാറ്റിയാണ് അത് ഇട്ടിട്ട് ആ മറ്റേ ടെക്നോ കളർ 2 ഇല്ലേ അത് ഓഫ് ചെയ്യും. അത് തന്നെ ഓക്കെ. TXL മാത്രം ഇവിടെ അപ്പൊ സെറ്റ് ആകത്തില്ല. ഇല്ല മറ്റേ ഓഫാക്കാൻ പറ്റൂല. ഓഫാക്കാൻ പറ്റില്ല. അത് സ്ക്രിപ്റ്റാ. ഇത് RB7 മാസം മോജി അടി മോജിയല്ലേ ഈ കൊള്ളാന്നുള്ള ഓ മാസം ഈസി മാസം ഈസി. ഈസി മാസം ഇതിട്ട് ഈസി തിരിച്ചൊരു നോക്കിട്ട് ഈസി വേഴ്സസ് മാസ് ഒരു കറങ്ങി വന്നു. ഓ ഈസി അടുത്തൊരു നോക്കിട്ടിട്ടുണ്ട്. ഓ മാസം അടുത്തൊരു നോക്ക്, ഈസി അടുത്തൊരു നോക്ക്, മാസ് AK അവിടെ ഈസി ക്വാർട്ടറിനെ നോക്കിട്ടു. ഈസി കുസുമ്പക്കാരന് മാസ് ഡിവൈൻ അവിടെ നോക്കിട്ടിട്ടുണ്ട്. ആൻഡ് ഈസി അവിടെ മാസിനെ അടിച്ച് ഫിനിഷ് ചെയ്തു. അടുത്ത സ്പോട്ടിൽ തേർഡ് പാർട്ടി. എന്റെ അമ്മോ, ഒയ്യോ ഈസിക്കൊന്ന് ഹീൽ ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയില്ല. SPB കയറി പണിത് കളഞ്ഞ്. ഓക്കെ SBB അവിടെ ഈസിനെ എടുത്തു. ശരിയായ ഒരു അടുത്ത ഫൈറ്റ് തേർഡ് പാർട്ടി. എന്റെ പൊന്നോ ഇത് SBB അല്ലേ ഇത്? ലാസ്റ്റ് എടാ ഞാൻ എടാ പ്ലേയേഴ്സിന് കിൽ ഫീഡ് വേണോടാ. ആ ഞാൻ നോട്ട് ചെയ്തു. ഓ സ്മോക്കിട്ട് പുഷ് ചെയ്യറ അവര്. ആണാണ് SBB ഇവിടെ ESP യുടെ ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്. ESP ഈസി അല്ലേ? ഓ അവിടെ SBB RB7 ഒരുത്തിനെ നോക്കിട്ടു. ഓ SBB അടുത്ത RB7 പ്ലെയർ തിരിച്ചൊരു നോക്കിട്ടു. SBB ലിയോ അടുത്ത് നോക്കിട്ടു. 2 പേരെ നോക്കിട്ടു. SBB റെഡ് കത്തുന്നത് ഫിനിഷ് ആട്ടാ. മുട്ടടി. ഓ RB7 തിരിച്ചും നോക്കുകൾ ഇട്ടോണ്ടിരിക്കുന്നു. സോൺ ഡാമേജ് സോണും വന്ന്. ഓക്കെ കാർലസ് സോണി വീണു. ഓ നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ സോണ്. ഇതാ അത് ആര് ജയിച്ചു?